ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ ഇപ്പം ഒരു 7-8 മണിയൊക്കെ ആയി. ഞാൻ എണീറ്റിട്ട് ഒന്ന് ഫ്രഷായി ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി. അപ്പം രാവിലെ തന്നെ ഇങ്ങനെ കുറച്ച് നേരം പുറത്തേക്കൊക്കെ പോയിരിക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ് ഫീലിംഗ് ആണ്. പിന്നെ ഈ മാവിലേക്കൊക്കെ കുറച്ച് നേരം നോക്കി നിന്നു. നന്നായിട്ട് പൂത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ നോക്കി നിന്നിട്ട് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നിട്ട് പിന്നെ ഞാൻ ഉള്ളിലേക്ക് പോവാണ്. അപ്പോൾ കുറച്ച് പണികളൊക്കെ ചെയ്യാനുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ തേങ്ങ ചിരണ്ടാൻ വേണ്ടി പോവാണ്. അപ്പം അമ്മ എനിക്ക് ഇന്ന് ആദ്യം തന്ന പണിയാണ്. ഉച്ചക്കത്തേക്കുള്ള കറിയാണ്. ചീരത്തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അമ്മ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. എനിക്ക് ഹെൽപ്പ് ചെയ്യേണ്ട റോള് മാത്രമേ ഉള്ളൂ. അപ്പം ബാക്കി ഇനി അമ്മയുടെ കുക്കിംഗ് കാണാം. രണ്ട് തരത്തിൽ ചീരത്തോരൻ വെക്കാം. ഒന്ന് നമ്മൾ തേങ്ങ ചിരണ്ടി ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ മിക്സിക്കകത്ത് ഒന്ന് ചതച്ച് എടുത്ത് എണ്ണ എടുത്തിട്ട് വെക്കുക, കടുക് പൊട്ടിക്കുക, ഈ അരപ്പ് ഇടുക, ഒന്ന് ചെറുങ്ങനെ മൂപ്പിക്കുക, ആ രീതിയിൽ വെക്കാം. പിന്നെ ചീര ഇട്ട് അങ്ങനെ കറിയാക്കാം. പിന്നെ രണ്ടാമത് ഇച്ചിരി മടിയൊക്കെ വരുമ്പോഴും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ആ ഒരു രീതിയിലല്ലേ അമ്മ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഇന്ന് നമ്മൾ സിമ്പിൾ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ അല്ലാതെ ഉണ്ടാക്കുന്നവരാണ്, പക്ഷെ ഇന്ന് സിമ്പിളാണ്. അത് എണ്ണ ചൂടാകുമ്പം ഗ്യാസൊക്കെ ഓണാക്കി ചീൻചട്ടി വെച്ച് എണ്ണ ചൂടായി കടുകിട്ട് കൊടുത്തു. അപ്പോൾ പച്ചമുളകും സവോളയും ഇട്ട് കൊടുക്കുവാണ്. സവോള ഇപ്പം തന്നെയല്ലേ ഇടുന്നത്? അങ്ങനെ അത് രണ്ടും ഇട്ട് കൊടുത്തു. സവോള ഇപ്പോൾ ഇടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സബോള ചീരയുടെ കൂടെ ഇടാതെ സബോള ആദ്യം വഴറ്റിയെടുക്കുകയാണെങ്കിൽ ചീരയ്ക്ക് ടേസ്റ്റ് കൂടും. ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് കൂടുന്നല്ല, വഴറ്റുവാണെങ്കിൽ ആ സബോളയ്ക്ക് ഒരു മയം വരും. ഓ അങ്ങനെ. ചീരയുടെ കൂടെ ഇടുമ്പം അതിന്റെ ഒരു വേവും ചീരയുടെ വേവും കൂടെ അതുകൊണ്ട് നമ്മൾ വേറെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ചിടുമ്പം സവോളയുടെയും ചീരയുടെയും വേവ് വേറെ ആയിട്ടിരിക്കും. ഇതിപ്പോൾ അങ്ങനെ അല്ലാതെ ഇടുന്ന സമയത്ത് അതൊക്കെ കറക്റ്റായിട്ട് വരുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയല്ലേ അമ്മേ? അതെ അതെ, സവോള കുറച്ച് വഴറ്റണം. അപ്പം വഴറ്റണം, നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അമ്മ ഇത് ബ്രൗൺ കളർ ആവണം അമ്മേ? ഇത് ബ്രൗൺ ആവണ്ട, എന്നാലും നന്നായിട്ട് വഴന്നു വരണം എന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം അല്ലേ? അത്യാവശ്യം വഴണം. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ മഞ്ഞൾപ്പൊടി ഇടാൻ വേണ്ടി പോവുകയാണ്. 1/4 ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി. എന്നിട്ട് പിന്നെയും ഇളക്കി കൊടുക്കുവാണ്. സവോള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ടെന്നാണ് അമ്മ പറഞ്ഞത്. ഇനി തേങ്ങ ഇടാനായോ അമ്മ? തേങ്ങ ഇട്ട് കൊടുക്കുവാണ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കണം അമ്മ. എന്നിട്ട് ഇത് ബ്രൗൺ കളർ ആവണോ? ജസ്റ്റ് മിക്സ് ആക്കിയാൽ മതി അല്ലേ? ഇനി ചുവന്ന ചീരയാണ് കറി വെക്കുന്നത്. പച്ചച്ചീര ഉണ്ട്. ഇനി ചീര അരിഞ്ഞു വെച്ച ചീര ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ സിമ്മാക്കി വെച്ചിട്ട് വേണം ചീര ഇട്ട് കൊടുക്കാൻ. ഓക്കെ, ചീര ഫുള്ളും സക്സസ്ഫുള്ളി ഇട്ട് കഴിഞ്ഞു. അയ്യോ, ചീര ഇട്ടേണ്ട തീർന്നില്ല. ഇനി ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ ചീരയൊക്കെ ഇട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അത് മൂടി വെച്ചു. പിന്നെ അമ്മ പറഞ്ഞു അത് 2 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കുറച്ചൊന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അത് ഇളക്കി കൊടുക്കണം. നല്ല ആവിയൊക്കെ വരുന്നുണ്ട്. അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം. ഓരോ മിനിറ്റ് ഇടവിട്ട് തന്നെ ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് അമ്മ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് ഇളക്കിയില്ലെങ്കിൽ അത് അടിപ്പിക്കും. ഇത് അധികം ഡ്രൈ ആയിട്ടില്ല, ഒരു ജ്യൂസി പോലെയാണ്. അപ്പോൾ ചോറിനൊക്കെ കൂട്ടാൻ നല്ല പാകമാണ്. ചീര വേവായിട്ടുണ്ട്. അപ്പം നമ്മുടെ ചീരത്തോരൻ റെഡിയായി വരുന്നു. വേവായി, ഏകദേശം വേവായില്ലേ? ഇപ്പം നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇളക്കി ഇതിങ്ങനെ വെക്കണം. അപ്പം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിപ്പോക്കോളും. സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കണം. എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇവിടെ അമ്മ ഒരു പ്ലേറ്റ് വെച്ചേക്കുന്നുണ്ടോ? ഇതെന്താ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള സ്പൂൺസ് ഒക്കെ ഈ ഒരു പ്ലേറ്റിൽ കൊണ്ടുവെക്കുക. എന്നിട്ട് കഴുകാൻ വേണ്ടിയിട്ടാവുമ്പോൾ എല്ലാം കൂടെ അപ്പോൾ നമുക്ക് ഒരുമിച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കും. അപ്പോൾ ഇത് എല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. അമ്മ എങ്ങനെയാണ് ചെയ്യാറ്? ഒരു ഹായ് പറഞ്ഞ എല്ലാവർക്കും. അമ്മച്ചി ഹായ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒന്നുമില്ല. അപ്പൊ എനിക്ക് പച്ചച്ചീരയാ ഇഷ്ടം. അമ്മച്ചി പറയുന്ന അമ്മച്ചിക്ക് ചുവന്ന ചീര, എനിക്ക് പച്ചയാ ഇഷ്ടം. അപ്പൊ അമ്മച്ചിക്ക് ഇഷ്ടമുള്ള ചീരയാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി അടുത്ത ദിവസം എനിക്ക് ഇഷ്ടമുള്ളത്. അതിൻ്റെ ഇടയിൽ വെള്ളവും തിളപ്പിച്ചിട്ടുണ്ട്. ഇന്ന് കരിങ്ങാലി വെള്ളമാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കരിങ്ങാലി വെള്ളം ഭയങ്കര നൊസ്റ്റാൾജി ആയിരിക്കും. കാരണം പണ്ട് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഇതിൻ്റെ ഒരു കളറുണ്ടല്ലോ, അപ്പോൾ കുപ്പിക്കകത്ത് ഈ ഒരു കളർ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങളുടെ ഓയിൽ ഒഴിച്ചു വെക്കുന്ന കുപ്പിയാണ്. അപ്പം 2 കുപ്പിയുണ്ട് ഇതിൽ. ഇതിപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു വെക്കുന്നതായിരുന്നു. വെളിച്ചെണ്ണ തീർന്നു പോയി. ഇനി ഇത് പാം ഓയിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇതിനകത്ത്.
അപ്പം നമ്മുടെ ചീരത്തോരൻ റെഡിയായി. ഡ്രൈ ആയിട്ടുമില്ല, ചോറിനൊക്കെ കൂട്ടാൻ നല്ലതാണ്. കുറച്ച് ജ്യൂസി ആയിട്ടായിരിക്കുന്നത്, ഒരുപാട് ഡ്രൈ ആക്കിയിട്ടല്ല നമ്മൾ ചേർത്തതല്ല. അപ്പോൾ ഇതിനകത്ത് വെള്ളമൊന്നും എക്സ്ട്രാ ചേർത്തിട്ടൊന്നും ഇല്ല. ചോറിന് കൂട്ടാൻ നല്ല പാകം. അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് 8ൻ്റെ പണി കിട്ടിയത്. ഗ്യാസ് തീർന്നു പോയി. ചോറ് വെച്ചിട്ടില്ലായിരുന്നു. പിന്നെ എന്ത് ചെയ്യുന്ന ഓർത്തിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഗോതമ്പ് ദോശ ഉണ്ടായിരുന്നു രാവിലത്തെ, അത് കഴിച്ചു. അതും ചീരത്തോരനും കൂടെ കഴിച്ചു. അപ്പോൾ അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞാൻ പോയി കിടന്ന് നന്നായിട്ടൊന്ന് ഉറങ്ങി. അപ്പോൾ വേറെ പാത്രമൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല ഇതിൽ തിന്നുന്നത്, ഇത് ഇങ്ങനെ കഴിക്കാൻ എനിക്കിഷ്ടമാണ്. ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് സ്കിൻ കെയർ ഒക്കെ ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ മുഖത്ത് കുറേ രോമമൊക്കെ വളർന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസമായി വിചാരിക്കുന്നു അതൊക്കെ ഒന്ന് കളയണമെന്ന്. അപ്പം എന്നാൽ പിന്നെ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിപ്പം പുറത്ത് പോയി ത്രെഡ് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് ഇങ്ങനൊരു സാധനം ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാമല്ലോ. അപ്പം ഞാനിങ്ങനെ നന്നായിട്ടൊന്നും എടുക്കത്തില്ല, അതിൻ്റെ എക്സ്ട്രാസ് മാത്രമൊക്കെ ഒന്ന് എടുത്ത് കളയുള്ളൂ. മേളിൽ നിന്നും താഴത്തു നിന്നുള്ള ഭാഗത്തു നിന്നൊക്കെ എടുത്ത് കളഞ്ഞ് അങ്ങനെ പിരികമൊക്കെ ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി. എത്ര ഷേപ്പാക്കിയാലും എൻ്റെ പിരികം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വളർന്നു വരും. പിന്നെ ഞാനതാ കുളിക്കാൻ വേണ്ടി പോയി. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഇപ്പോൾ വൈകുന്നേരമായി. ഇനിയിപ്പം ഞാൻ മുടിയൊക്കെ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് തോർത്തി ഒന്ന് സെറ്റായി, മുടിയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഇനിയിപ്പോൾ താഴേക്ക് പോകണം. താഴെ ചെന്നപ്പോൾ ചായയും കടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. കടികൾ പഴംപൊരിയും പിന്നെ ചിക്കൻ റോളും പരിപ്പുവടയൊക്കെ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവരും ചായയൊക്കെ കുടിച്ചായിരുന്നു, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ. ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ബൈ.